ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിൻഫാസ്റ്റ് വിവിധ ഇലക്ട്രിക് കാറുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. തുടക്കത്തിൽ VF6, VF7 എന്നീ 2 ഇലക്ട്രിക് കാറുകളായിരിക്കും കമ്പനി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുക. തൂത്തുക്കുടിയിൽ സ്ഥാപിച്ച വിൻഫാസ്റ്റിന്റെ നിർമ്മാണ പ്ലാന്റ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഈ കാറുകൾ ഇന്ത്യയിലെ വലിയ നഗരങ്ങളിൽ ചില മാളുകളിൽ പ്രദർശിപ്പിച്ച വിൻഫാസ്റ്റ് ചില സ്ഥലങ്ങളിൽ ഇതിനോടകം ഡീലർഷിപ്പുകളും തുറന്നിട്ടുണ്ട്. VF6, VF7 എന്നീ മോഡലുകളെ കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വില ഇനിയും രഹസ്യമായി വെച്ചിരിക്കുകയാണ്. അധികം വൈകാതെ വില വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഡെലിവറി ആരംഭിക്കുമെന്നും വിൻഫാസ്റ്റ് അറിയിച്ചു. ഇതിനകം തന്നെ തൂത്തുക്കുടിയിലെ പ്ലാന്റിൽ കാറുകളുടെ ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ട്. വിൻഫാസ്റ്റ് ഇപ്പോൾ 3 നിര സീറ്റുകളുള്ള ഒരു ഇലക്ട്രിക് SUV-ക്കായി പേറ്റന്റ് അപേക്ഷ സമർപ്പിച്ചതായി ടീം BHP റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് 6 അല്ലെങ്കിൽ 7 സീറ്റുകളുള്ള ഒരു ഇലക്ട്രിക് SUV ആയിരിക്കുമെന്നാണ് സൂചന. ഈ പുതിയ ഇലക്ട്രിക് SUV ഇന്ത്യയിൽ മാത്രമല്ല വിദേശ വിപണികളിലും വിൽക്കാൻ വിൻഫാസ്റ്റ് പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ആഭ്യന്തര വിപണിയിലേക്കുള്ള ഇലക്ട്രിക് കാറുകൾ മാത്രമായിരിക്കില്ല തൂത്തുക്കുടിയിലെ വിൻഫാസ്റ്റ് പ്ലാന്റിൽ നിർമ്മിക്കുക. ടെസ്ല അടക്കമുള്ള EV-കൾ നേരിട്ട് ഇറക്കുമതി ചെയ്ത് വിൽക്കുമ്പോൾ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അതിന്റെ മെച്ചവും കമ്പനിക്കുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്.